പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 സർക്കംസ്റ്റാൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്ന 2 സാഹചര്യങ്ങളാണ്. ഒന്ന്, ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എവരി മന്ത്, ദെൻ ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എവരി ക്വാർട്ടർ. ഒരു പാർട്ണർ അയാളുടെ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്നും അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് പിൻവലിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഒരു പാർട്ണർ അയാളുടെ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്നും ഓരോ ക്വാർട്ടറിലും, ഒരു വർഷത്തിൽ 4 ക്വാർട്ടറുകളാണ് വരുന്നത്. ഒരു ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 3 മാസം. ഓരോ 3 മാസത്തിലും ഒരു നിശ്ചിത എമൗണ്ട് ഒരു പാർട്ണർ പിൻവലിക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 സാഹചര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഒന്ന്, ഡ്രോയിങ്സ് എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും വിഡ്രോ ചെയ്ത ഡേറ്റും ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡേറ്റ് അവൈലബിൾ അല്ലെങ്കിൽ ഡേറ്റ് അറിയില്ലെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും ഡിസ്കസ് ചെയ്തു. ഡിഫറെൻ്റ് എമൗണ്ട് ഡിഫറെൻ്റ് ഡേറ്റുകളിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഫോളോ ചെയ്യാവുന്ന പ്രൊഡക്റ്റ് മെത്തേഡും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി 4ാമത്തെ പോയിന്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എവരി മന്ത്. എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇതിൽ തന്നെ 3 സാഹചര്യങ്ങൾ വരാം. ഒന്ന്, ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. എല്ലാ മാസവും 1-ാം തീയതി വിഡ്രോ ചെയ്യാം. രണ്ടാമത്തെ സാഹചര്യം, ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. എല്ലാ മാസവും അവസാനിക്കുന്ന ദിവസം വിഡ്രോ ചെയ്യുന്ന സാഹചര്യം. തേർഡ് വൺ, മിഡിൽ ഓഫ് എവരി മന്ത്. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ അറ്റ് ദ മിഡിൽ ഓഫ് എവരി മന്ത്. എല്ലാ മാസവും 15-ാം തീയതി ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം? ഇതിൽ ഓരോ മെത്തേഡും നമുക്ക് പ്രത്യേകം ഡിസ്കസ് ചെയ്യാം. ഇഫ് ദ എമൗണ്ട് വിഡ്രോൺ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. എല്ലാ മാസവും 1-ാം തീയതി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പരിശോധിക്കാം. ഷമീർ വിഡ്രൂ ₹10,000 per month from the firm for his personal use during the year ending December 31, 2017. Calculate interest on drawings at 8%. He withdraws first day of every month. ഷമീറാണ് വിഡ്രോ ചെയ്യുന്ന പാർട്ണർ. എല്ലാ മാസവും 1-ാം തീയതി 10,000 രൂപ വെച്ചാണ് ഷമീർ വിഡ്രോ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് 8% ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ ഡേറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആ ഫിനാൻഷ്യൽ ഇയർ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് വരുന്നത് 1 January 2017 to 31 December 2017. ഷമീർ എല്ലാ മാസവും 1-ാം തീയതിയാണ് വിഡ്രോ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആദ്യം വിഡ്രോ ചെയ്യുന്നത് ജനുവരി 1-ാം തീയതി. വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് 10,000. അപ്പോൾ ഈ 10,000 രൂപക്കാണ് ആദ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള 12 മാസങ്ങൾക്കാണ്. ആദ്യത്തെ ഡ്രോയിങ്സ് ജനുവരി 1-ാം തീയതിയാണ്. 10,000 രൂപയാണ് വിഡ്രോ ചെയ്തത്. അങ്ങനെ വരുമ്പോൾ 12 മാസത്തെ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഡ്രോയിങ്സ് വരുന്നത് ഫെബ്രുവരി 1-ാം തീയതി, 1 February 2017. അതും വിഡ്രോ ചെയ്യുന്നത് 10,000. അപ്പോൾ രണ്ടാമത്തെ ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫെബ്രുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ്. എത്ര മാസങ്ങൾ വരും? 11 മാസങ്ങൾ വരും. മൂന്നാമത്തെ ഡ്രോയിങ്സ് വരുന്നത് 1/3/2017. എമൗണ്ട് 10,000. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വിഡ്രോ ചെയ്ത ഡേറ്റ് മുതൽ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത് വരെ. അങ്ങനെ വരുമ്പോൾ മാർച്ച് 1 മുതൽ ഡിസംബർ 31 വരെ. എത്ര മാസങ്ങൾ വരും? 10 മാസങ്ങൾ. ഇങ്ങനെ 12 പ്രാവശ്യം വിഡ്രോ ചെയ്യും. മാർച്ച് 1 കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ എല്ലാ മാസവും 1-ാം തീയതി വിഡ്രോ ചെയ്യും. ഏറ്റവും അവസാനം വിഡ്രോ ചെയ്യുന്നത് ഡിസംബർ 1-നാണ്, 1/12/2017. വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് 10,000 ആണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിസംബർ 1 മുതൽ ഡിസംബർ 31 വരെ. ഡിസംബർ 1 മുതൽ ഡിസംബർ 31 വരെ എത്ര മാസം വരും? 1 മാസമാണ് വരുന്നത്.
അപ്പോൾ എല്ലാ മാസവും ഒരു പാർട്ണർ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 12 വിഡ്രോവൽസ് വരും. അപ്പോൾ 12 വിഡ്രോവൽസിനും പ്രത്യേകം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ചെയ്തെടുക്കുമ്പോഴാണ് അയാളുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടുന്നത്. അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ടൈം സേവ് ചെയ്യുന്നതിന് വേണ്ടി, കോംപ്ലിക്കേഷൻസ് കുറക്കുന്നതിന് വേണ്ടി ഒറ്റ കാൽക്കുലേഷനിൽ തന്നെ ഈ 12 ഇൻസ്റ്റാൾമെന്റിന്റെയും അല്ലെങ്കിൽ 12 ഡ്രോയിങ്സിന്റെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ആവറേജ് പീരിയഡ് ഡിവൈഡഡ് ബൈ 12. ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ ടോട്ടൽ ഡ്രോയിങ്സ്. ഇപ്പോൾ 12 പ്രാവശ്യം വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ 10,000 രൂപയാണ് വിഡ്രോ ചെയ്തതെങ്കിൽ 12 ഇൻറ്റു 10,000 1,20,000 വരും. റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി എന്താണ് ആവറേജ് പീരിയഡ്? ആവറേജ് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ആവറേജ് പീരിയഡ് ഇസ് ഈക്വൽ ടു മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് പ്ലസ് മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2. ആവറേജ് പീരിയഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് പറയുന്നത്. മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ്, ഫസ്റ്റ് ഡ്രോയിങ്സ് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ എത്ര മാസങ്ങളുണ്ട്, പ്ലസ് മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ്, അവസാനത്തെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ 12ാമത്തെ ഡ്രോയിങ്സ് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ എത്ര മാസങ്ങളുണ്ട്, അത് രണ്ടും കൂട്ടിയതിന് ശേഷം ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ നമുക്കൊന്ന് പരിഗണിക്കാം. ഇഫ് എ പാർട്ണർ വിഡ്രോസ് ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്, ഒരു പാർട്ണർ എല്ലാ മാസവും 1-ാം തീയതിയാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ആവറേജ് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് പരിശോധിക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് ആവറേജ് പീരിയഡ് ഇസ് ഈക്വൽ ടു മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ്. എല്ലാ മാസവും 1-ാം തീയതി വിഡ്രോ ചെയ്യുമ്പോൾ ആദ്യത്തെ ഡ്രോയിങ്സ് വരുന്നത് ജനുവരി 1-ാം തീയതിയാണ്. ദെൻ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ എത്ര മാസങ്ങളുണ്ട്, അപ് ടു ഡിസംബർ 31. ഫിനാൻഷ്യൽ ഇയർ ജനുവരിയിൽ തുടങ്ങി ഡിസംബറിലാണ് അവസാനിക്കുന്നതെങ്കിൽ 1-ാമത്തെ ഡ്രോയിങ്സ് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ എത്ര മാസങ്ങളുണ്ട്, 12 മാസങ്ങളുണ്ട്. അപ്പോൾ മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 12, ദെൻ പ്ലസ് 2. ദെൻ മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ്, അവസാനത്തെ ഡ്രോയിങ്സ് എന്നാണ് വരുന്നത് ഫസ്റ്റ് ഡിസംബർ അല്ലെ, 1/12/2017. 12ാമത്തെ ഡ്രോയിങ്സ് ആണ് ലാസ്റ്റ് ഡ്രോയിങ്സ്. അത് ഡിസംബർ 31 വരെ എത്ര മാസങ്ങളുണ്ട്, ഡിസംബർ 1 മുതൽ ഡിസംബർ 31 വരെ എന്ന് പറയുമ്പോൾ ഒരു മാസം. ഇപ്പൊ 12 പ്ലസ് 1 ദെൻ ഡിവൈഡഡ് ബൈ 2 സീക്വൽ ടു 12 പ്ലസ് 1 13 ഡിവൈഡഡ് ബൈ 2 സീക്വൽ ടു 6.5. 6.5 മന്ത്സ് എന്നാണ് പറയേണ്ടത്. ഇവിടെ ആവറേജ് പീരിയഡ് വരുന്നത് 6.5 ആണ്. എല്ലാ മാസവും 1-ാം തീയതിയാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 6.5 ഡിവൈഡഡ് ബൈ 12. ഇനി വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് മാറുന്നതിനനുസരിച്ച് ആവറേജ് പീരിയഡും മാറും. നമ്മൾ ഓരോ എക്സാമ്പിളുകളും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഇതിൽ ആവറേജ് പീരിയഡ് നമ്മൾ കണ്ടെത്തിയതാണ് 6.5. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 6.5 ഡിവൈഡഡ് ബൈ 12. ഇതിൽ ടോട്ടൽ ഡ്രോയിങ്സ് എങ്ങനെ കാണാൻ പറ്റും? ടോട്ടൽ ഡ്രോയിങ്സ് ഇസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 12. 12 പ്രാവശ്യം വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷത്തെ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ 10,000 ഇൻറ്റു 12 1,20,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 1,20,000 ഇൻറ്റു 8/100. 8 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, അത് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 8/100 ഇൻറ്റു ആവറേജ് പീരിയഡ് ഡിവൈഡഡ് ബൈ 12 ആണ്. ഫസ്റ്റ് ഡേ ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ആവറേജ് പീരിയഡ് ആയിട്ട് വരുന്നത് 6.5 ആണ്. ഡിവൈഡഡ് ബൈ 12 സീക്വൽ ടു 5,200. ഓരോ മാസത്തെ ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റും പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ചെയ്താലും ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്താലും ഒരേ എമൗണ്ട് തന്നെയാണ് വരിക.
ഇതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഈ ആവറേജ് പീരീഡാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ട് 6.5 എന്നുള്ള ആവറേജ് പീരീഡ് നിങ്ങൾ ഓർത്തു വെക്കണം ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ. ഈ രണ്ടാമത്തെ സാഹചര്യം നോക്കാം. ഇഫ് ദ എമൗണ്ട് വിഡ്രോസ് ഓൺ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. ഇപ്പോൾ 1-ാം തീയതി വിഡ്രോ ചെയ്യുന്നതിന് പകരം ഒരു പാർട്ണർ അയാളുടെ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്നും എല്ലാ മാസവും അവസാനത്തെ ദിവസമാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ ജനുവരി 31-ാം തീയതി വിഡ്രോ ചെയ്യും, ഫെബ്രുവരി 28, മാർച്ച് 31, അങ്ങനെ അവസാനം ഡിസംബർ 31-നും വിഡ്രോ ചെയ്യും. അങ്ങനെ 12 പ്രാവശ്യം ഒരു വർഷത്തിൽ വിഡ്രോവൽ വരും. എക്സാമ്പിൾ നോക്കാം. സെയിം എക്സാമ്പിൾ തന്നെയാണ്. ലാസ്റ്റ് ഡേ ആണ് വിഡ്രോ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നത് ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 5.5 ഡിവൈഡഡ് ബൈ 12 എന്നാണ്. ഇവിടെ ആവറേജ് പീരീഡ് വരുന്നത് 5.5 ആണ്. ഈ 5.5 കിട്ടിയത് എങ്ങനെ നോക്കാം. ആവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ്. ആദ്യത്തെ ഡ്രോയിങ്സ് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ എത്ര മാസങ്ങൾ ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഡ്രോയിങ്സ് വരുന്നത് ജനുവരി 31-ാം തീയതിയാണ്. ജനുവരി 31 കഴിഞ്ഞ് ഡിസംബർ 31 വരെ എത്ര മാസങ്ങൾ വരും? 11 മാസങ്ങളാണ് വരുന്നത്. പ്ലസ് അവസാനത്തെ ഡ്രോയിങ്സ് വരുന്നത് ഡിസംബർ 31-നാണ്. എല്ലാ മാസവും അവസാനത്തെ ദിവസം വിഡ്രോ ചെയ്യുമ്പോൾ 12ാമത്തെ ഡ്രോയിങ്സ് വരുന്നത് ഡിസംബർ 31-നാണ്. ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതും ഡിസംബർ 31-നാണ്. അപ്പോൾ ഡിസംബർ 31 കഴിഞ്ഞ് പിന്നെ ഒരു മാസം വരുന്നില്ല. അതുകൊണ്ട് 0 ഇടാം. ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 5.5. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ആവറേജ് പീരീഡ് ആണ് 5.5. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ആവറേജ് പീരീഡ് ആണ് 5.5 മന്ത്സ്. ഇവിടെയും ടോട്ടൽ ഡ്രോയിങ്സ് വരുന്നത് 1,20,000 ആണ്. എല്ലാ മാസവും അവസാനത്തെ ദിവസമാണെങ്കിലും 12 പ്രാവശ്യം വിഡ്രോ ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഡ്രോയിങ്സ് വരുന്നത് 1,20,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ഈക്വൽ ടു 1,20,000 ഇൻറ്റു 8/100 ഇൻറ്റു 5.5 ഡിവൈഡഡ് ബൈ 12 ഇസ് ഈക്വൽ ടു 4,400. ഇപ്പോൾ ലാസ്റ്റ് ഡേ ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ വരുന്ന ഇൻട്രസ്റ്റ് 4,400. അടുത്ത സാഹചര്യം നോക്കാം. ഇഫ് ദ എമൗണ്ട് വിഡ്രോസ് ഓൺ ദ മിഡിൽ ഓഫ് എവറി മന്ത്. എല്ലാ മാസവും പകുതി വെച്ച് എന്ന് പറയുമ്പോൾ എല്ലാ മാസവും 15-ാം തീയതിയാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ആദ്യത്തെ ഡ്രോയിങ്സ് വരുന്നത് ജനുവരി 15, ദെൻ ഫെബ്രുവരി 15, അങ്ങനെ അവസാനം ഡിസംബർ 15. അങ്ങനെ എല്ലാ മാസവും പകുതിയിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ, എക്സാമ്പിൾ സെയിം എക്സാമ്പിൾ തന്നെയാണ്, ഡിഫറൻസ് വരുന്നത് ഇത്രയേ ഉള്ളൂ. ഹി വിഡ്രോസ് മിഡിൽ ഓഫ് എവറി മന്ത്. അപ്പോൾ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 6/12 ആണ്. അപ്പോൾ മിഡിൽ ഓഫ് ദ മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് വരുന്നത് 6 ആണ്. മറ്റ് ഇക്വേഷനിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല, ആവറേജ് പീരീഡിൽ മാത്രമാണ് മാറ്റം വരുന്നത്. ഈ 6 കിട്ടിയത് എങ്ങനെയെന്ന് പരിശോധിക്കാം. ആവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ഡ്രോയിങ്സ് കഴിഞ്ഞ് എത്ര മാസങ്ങൾ ബാക്കിയുണ്ട്. ആദ്യത്തെ ഡ്രോയിങ്സ് വരുന്നത് ജനുവരി 15-ാം തീയതി. ജനുവരി 15 മുതൽ ജനുവരി 31 വരെ ഹാഫ് മന്ത്. ദെൻ ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ 11 മാസം. ഇപ്പോൾ 11.5 11.5 മാസമാണ് ഒന്നാമത്തെ ഡ്രോയിങ്സ് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ഇയർ വരുന്നത് വരെയുള്ള മാസങ്ങൾ. പ്ലസ് അവസാനത്തെ ഡ്രോയിങ്സ് വരുന്നത് ഡിസംബർ 15-ന്. ഡിസംബർ 15 കഴിഞ്ഞ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത് വരെ ഹാഫ് മന്താണ് വരുന്നത്. എന്ന് പറയുമ്പോൾ 0.5 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 6 ആണ് വരും. 11.5 പ്ലസ് 0.5 12 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 6. അങ്ങനെയാണ് ആവറേജ് പീരീഡ് കിട്ടിയിട്ടുള്ളത്. മിഡിൽ ഓഫ് എവരി മന്ത് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ആവറേജ് പീരീഡ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത് 6 മന്ത്സ് ആണ്. ഇവിടെയും ടോട്ടൽ ഡ്രോയിങ്സ് വരുന്നത് 1,20,000 ആണ്. 10,000 ഇൻറ്റു 12. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ഈക്വൽ ടു 1,20,000 ഇൻറ്റു 8/100 ഇൻറ്റു 6/12 ഈക്വൽ ടു 4,800. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ഡിസ്കസ് ചെയ്യുന്നത്, ഒരു പാർട്ണർ
എല്ലാ 3 മാസത്തിലൊരിക്കലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ, ഓരോ ക്വാർട്ടറിലുമാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അവിടെയും 3 സാഹചര്യങ്ങൾ വരും. ഒന്ന്, ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. 2, അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ആൻഡ് മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ. അപ്പോൾ ആദ്യം ക്വാർട്ടറുകളൊന്ന് പരിചയപ്പെടാം. ജനുവരി 1 തുടങ്ങി ഡിസംബർ 31 അവസാനിക്കുന്നതെങ്കിൽ ഒരു ക്വാർട്ടറിൽ വരുന്നത് 3 മാസങ്ങളാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. സെക്കൻഡ് ക്വാർട്ടർ ഏപ്രിൽ, മെയ്, ജൂൺ. തേർഡ് ക്വാർട്ടർ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. ഫോർത്ത് ക്വാർട്ടർ ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇങ്ങനെയാണ് 4 ക്വാർട്ടറുകൾ വരുന്നത്. ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ജനുവരി 1 തീയതി വിഡ്രോ ചെയ്യും. അപ്പോൾ 1ാമത്തെ ക്വാർട്ടറിലെ ഡ്രോയിങ്സ് കഴിഞ്ഞു. 2ാമത്തെ ഡ്രോയിങ്സ് വരുന്നത് ഏപ്രിൽ 1 ജനുവരി, ഫെബ്രുവരി, മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 1 2ാമത്തെ ക്വാർട്ടർ തുടങ്ങുന്നത്. ഇപ്പോൾ ഏപ്രിൽ 1 വീണ്ടും വിഡ്രോ ചെയ്യും. അത് കഴിഞ്ഞാൽ ജൂലൈ 1 വിഡ്രോ ചെയ്യും. ദെൻ ഒക്ടോബർ 1 വിഡ്രോ ചെയ്യും. എന്ന് പറയുമ്പോൾ ഓരോ ക്വാർട്ടറിൻ്റെയും ഫസ്റ്റ് ഡേ വിഡ്രോ ചെയ്യും. ദെൻ ഓരോ ക്വാർട്ടറിൻ്റെയും അവസാനം വിഡ്രോ ചെയ്യലാവാം. അതല്ലെങ്കിൽ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ. ഓരോ സാഹചര്യങ്ങളും നമുക്ക് പ്രത്യേകം പരിശോധിക്കാം. ഇഫ് ദ എമൗണ്ട് വിഡ്രോസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ, ഓരോ ക്വാർട്ടറിൻ്റെയും ഫസ്റ്റ് ഡേ ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ, എക്സാമ്പിൾ നോക്കാം. ഷമീർ വിഡ്രൂ ₹10,000 ഇൻ ഈച്ച് ക്വാർട്ടർ ഫ്രം ദ ഫേം ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഡ്യൂറിംഗ് ദ ഇയർ എൻഡിംഗ് December 31, 2017. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 8%. ഹി വിഡ്രോസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ക്വാർട്ടറിൻ്റെയും ആദ്യത്തിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എന്താണ് ഇക്വേഷൻ വരുന്നത് നോക്കാം. ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ ആവറേജ് പീരിയഡിലാണ് മാറ്റം വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 7.5 ഡിവൈഡഡ് ബൈ 12. എങ്ങനെയാണ് 7.5 കിട്ടിയത്? നമുക്ക് നോക്കാം. ആവറേജ് പീരിയഡ് ഇസ് ഈക്വൽ ടു, ആദ്യം വേണ്ടത് ആദ്യത്തെ ഡ്രോയിങ്സ് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ എത്ര മാസങ്ങളുണ്ട്. ഓരോ ക്വാർട്ടറിൻ്റെയും ഫസ്റ്റ് ഡേയിലാണ് വിഡ്രോ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ജനുവരി 1 തീയതിയാണ് ആദ്യം വിഡ്രോ ചെയ്യുന്നത്. ജനുവരി 1 തീയതി വിഡ്രോ ചെയ്താൽ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ 12 മാസങ്ങളുണ്ട്. പ്ലസ് ദെൻ ലാസ്റ്റ് ഡ്രോയിങ്സ് 4ാമത്തെ ക്വാർട്ടറിൽ ഫസ്റ്റ് ഡേയിലാണ് വിഡ്രോ ചെയ്യുന്നത്. 4ാമത്തെ ക്വാർട്ടർ തുടങ്ങുന്നത് ഒക്ടോബർ 1. ഒക്ടോബർ 1 വിഡ്രോ ചെയ്താൽ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ 3 മാസങ്ങളുണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡിവൈഡഡ് ബൈ 2. 15 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 7.5. ഓരോ ക്വാർട്ടറിലും ഫസ്റ്റ് ഡേ ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ആവറേജ് പീരിയഡ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത് 7.5 മന്ത്സ്. ആ ആവറേജ് പീരിയഡ് ആണ് ഇക്വേഷനിൽ നമ്മൾ ആവറേജ് പീരിയഡ് ആയിട്ട് പരിഗണിക്കേണ്ടത്. ഇവിടെ ടോട്ടൽ ഡ്രോയിങ്സ് വരുന്നത് 10,000 ഇൻറ്റു 4 ആണ്. കാരണം 3 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് വിഡ്രോ ചെയ്യുന്നത്. 4 ക്വാർട്ടറുകളാണ് ഒരു വർഷത്തിൽ വരുന്നത്. ടോട്ടൽ ഡ്രോയിങ്സ് വരുന്നത് 40,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു എന്ന് പറയുമ്പോൾ 40,000 ഇൻറ്റു 8/100 ഇൻറ്റു 7.5 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 2,000. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ 2ാമത്തെ സാഹചര്യം നോക്കാം. ഇഫ് ദ എമൗണ്ട് വിഡ്രോസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ, ഓരോ ക്വാർട്ടറും അവസാനിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ അവസാനിക്കുന്നത് മാർച്ച് 31 അല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതാണ് ഫസ്റ്റ് ക്വാർട്ടർ. ഫിനാൻഷ്യൽ ഇയർ ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ ജനുവരി ടു മാർച്ചാണ്. മാർച്ച് 31 വിഡ്രോ ചെയ്യും. ദെൻ ഏപ്രിൽ, മെയ്, ജൂൺ 30 വിഡ്രോ ചെയ്യും. ദെൻ സെപ്റ്റംബർ അവസാനം വിഡ്രോ ചെയ്യും. അത് കഴിഞ്ഞ് ഡിസംബർ അവസാനം വിഡ്രോ ചെയ്യും. എക്സാമ്പിൾ നോക്കാം. നേരത്തെ സെയിം എക്സാമ്പിൾ തന്നെയാണ്. ഒരു ഡിഫറൻസ് വരുന്നത് ഹി വിഡ്രോസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ഇക്വേഷൻ നോക്കാം. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 4.5 ഡിവൈഡഡ് ബൈ 12. ഇവിടെ ആവറേജ് പീരീഡ് ആയിട്ട് എടുത്തിട്ടുള്ളത് എത്രയാണ്? 4.5. അതെങ്ങനെ കിട്ടിയെന്ന് പരിശോധിക്കാം. ആവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ്. ഫസ്റ്റ് ഡ്രോയിങ്സ് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ എത്ര മാസങ്ങൾ ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഡ്രോയിങ്സ് വരുന്നത് 1ാമത്തെ ക്വാർട്ടറിലെ അവസാനത്തെ ദിവസമാണ്.
ഒന്നാമത്തെ ക്വാർട്ടർ അവസാനിക്കുന്നത് മാർച്ച് 31 ആണെങ്കിൽ മാർച്ച് കഴിഞ്ഞ് ഡിസംബർ വരെ എത്ര മാസങ്ങൾ വരും? 9 മാസങ്ങളാണ് വരുന്നത്. 9 പ്ലസ് ദെൻ അവസാനത്തെ ക്വാർട്ടർ ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇപ്പൊ ഡിസംബർ 31 അവസാനത്തെ ഡ്രോയിങ്സ് വരുന്നത്. ഡിസംബർ 31 വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി മാസങ്ങളൊന്നും വരുന്നില്ല. ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതും ഡിസംബർ 31 അങ്ങനെ വരുമ്പോൾ മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 0 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 4.5. ഓരോ ക്വാർട്ടറിന്റെയും ലാസ്റ്റ് ഡേ ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ആവറേജ് പീരീഡ് ആണ് 4.5 മന്ത്സ്. ഇവിടെയും ടോട്ടൽ ഡ്രോയിങ്സ് വരുന്നത് 10,000 into 4, 40,000. Then interest on drawings is equal to 40,000 into 8 by 100 into 4.5 divided by 12 is equal to 1,200. ഇനി മൂന്നാമത്തെ സാഹചര്യം. If the amount withdraws at the middle of each quarter, ഓരോ ക്വാർട്ടറിന്റെയും പകുതിയിൽ വെച്ച് വിഡ്രോ ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. നേരത്തെ എഴുതിയ എക്സാമ്പിൾ തന്നെയാണ്. ഡിഫറൻസ് വരുന്നത് he withdraws at the middle of each quarter. ആദ്യത്തെ ക്വാർട്ടർ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ അതിന്റെ മിഡിൽ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 15. അപ്പോൾ ഫെബ്രുവരി 15 ആദ്യം വിഡ്രോ ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വാർട്ടർ ഏപ്രിൽ, മെയ്, ജൂൺ. രണ്ടാമത്തെ ഡ്രോയിങ്സ് വരുന്നത് രണ്ടാമത്തെ ക്വാർട്ടറിന്റെ മിഡിൽ എന്ന് പറയുമ്പോൾ മെയ് 15. അങ്ങനെ 4 പ്രാവശ്യം വിഡ്രോ ചെയ്യും. അങ്ങനെ 4 പ്രാവശ്യം വിഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 6/12. ഇവിടെയും ആവറേജ് പീരീഡ് വരുന്നത് 6 ആണ്. അപ്പോൾ 6 കിട്ടിയത് എങ്ങനെയെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഡ്രോയിങ്സ് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ എത്ര മാസങ്ങളുണ്ടെന്ന് നോക്കണം. ഫസ്റ്റ് ഡ്രോയിങ്സ് വരുന്നത് ഫെബ്രുവരി 15. ഇപ്പോൾ ഫെബ്രുവരി 15 മുതൽ ഡിസംബർ 31 വരെ എത്ര മാസങ്ങൾ വരും? 10.5 മാസം വരും. ഫെബ്രുവരി മാസത്തിൽ ഒരു ഹാഫ് മന്ത് വരും, ഫെബ്രുവരി 15 മുതൽ 28 വരെ. ദെൻ മാർച്ച് മുതൽ ഡിസംബർ വരെ 10 മാസങ്ങൾ. അങ്ങനെ 10.5 മാസമാണ് ആദ്യത്തെ ഡ്രോയിങ്സ് കഴിഞ്ഞ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെയുള്ള മാസങ്ങൾ. പ്ലസ് ലാസ്റ്റ് ക്വാർട്ടറിന്റെ മിഡിലാണ് അവസാനത്തെ ഡ്രോയിങ്സ് വരുന്നത്. ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ. നവംബർ 15 അവസാനത്തെ ഡ്രോയിങ്സ് വരുന്നത്. അപ്പോൾ നവംബർ 15 വിഡ്രോ ചെയ്ത് ഡിസംബർ 31 വരെ 1.5 മാസമാണ് വരുന്നത്. 1.5 ദെൻ ഡിവൈഡഡ് ബൈ 2. ടോട്ടൽ വരുന്നത് 12/2. 12/2 എന്ന് പറയുമ്പോൾ 6. അപ്പോൾ എല്ലാ ക്വാർട്ടറിന്റെയും മിഡിൽ ഡേയിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ആവറേജ് പീരീഡ് ആണ് 6 മന്ത്സ്. ദെൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ 10,000 into 4 ടൈംസ് ആണ് വിഡ്രോ ചെയ്തത്, 40,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു 40,000 ഇൻറ്റു 8/100 ഇൻറ്റു ആവറേജ് പീരീഡ് 6 ആണ്, 6/12 ഇസ് ഈക്വൽ ടു 1,600. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസവും ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷൻ ആണ്. ഇക്വേഷൻ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ആവറേജ് പീരിയഡ് ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ആവറേജ് പീരിയഡിലാണ് ഓരോ സാഹചര്യങ്ങളിലും മാറ്റം വരുന്നത്. ആവറേജ് പീരിയഡുകളാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഏതെങ്കിലും പ്രോബ്ലത്തിൽ ഡേറ്റ് ഓഫ് ഡ്രോയിങ്സ് നോട്ട് ഗിവൺ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ടത് 6 months ഇൻട്രസ്റ്റ് ആണ്. ദെൻ ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് ആണെങ്കിൽ എല്ലാ മാസവും 1-ാം തീയതി വിഡ്രോ ചെയ്യുമ്പോൾ ആവറേജ് പീരീഡ് ആയിട്ട് എടുക്കേണ്ടത് 6.5. ദെൻ ലാസ്റ്റ് ഡേ ഓഫ് എവറി മന്ത്, എല്ലാ മാസവും അവസാനിക്കുന്ന സമയത്താണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവറേജ് പീരീഡ് ആയിട്ട് എടുക്കേണ്ടത് 5.5. മിഡിൽ ഓഫ് എവറി മന്ത് ആണെങ്കിൽ 6 months. ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ, എല്ലാ ക്വാർട്ടറിന്റെയും ഫസ്റ്റ് ഡേ ആണെങ്കിൽ 7.5. എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ 4.5. മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 months. ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിലും ഒരേ എമൗണ്ട് ആവണം, സെയിം ഡേറ്റ് ആവണം. ഇനി ഡിഫറെന്റ് എമൗണ്ടും ഡിഫറെന്റ് ഡേറ്റും ആണെങ്കിൽ നമ്മളൊരു മെത്തേഡ് പരിചയപ്പെട്ടു. ഏതാണ് മെത്തേഡ്? പ്രൊഡക്റ്റ് മെത്തേഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി കാണാം.